പുലിമുഖത്ത് ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രസന്നിധിയിൽ സഹസ്രകലശം സമർപ്പിക്കപ്പെട്ടു. ആദ്യമായി സഹസ്രകലശം നടക്കുന്ന സ്ഥലം പലവിധ ദ്രവ്യങ്ങളെ കൊണ്ട് ശുദ്ധി ചെയ്യുക എന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. തുടർന്ന് കലശങ്ങൾ വെക്കാനുള്ള ഇടത്തിൽ മഞ്ഞപ്പൊടി, അരി എന്നിവ ഉപയോഗിച്ച് അതിൻ്റെ പത്മങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. 24 ഖണ്ഡകലശങ്ങൾ, മധ്യത്തിൽ ഒരു ബ്രഹ്മകലശം, 983 പരികലശങ്ങളും ചേർന്നിട്ടാണ് സഹസ്രകലശം ഉണ്ടാകുക. ഇതേപോലെ 5 ഖണ്ഡങ്ങളായി, വരികളായി 4-5 കളങ്ങൾ ചേർത്തിട്ട് 25 ഖണ്ഡ കളങ്ങളാണ് തയ്യാറാക്കുക. അതിൽ മധ്യത്തിൽ കലശങ്ങൾ തയ്യാർ ചെയ്താൽ പ്രധാനമായും ബ്രഹ്മകലശത്തെ പൂജിക്കപ്പെടും. ബ്രഹ്മകലശം പൂജിച്ചു കഴിഞ്ഞാൽ പിന്നെ 24 ഖണ്ഡകലശങ്ങൾ 3 തന്ത്രിമാർ ഒരുമിച്ചിരുന്ന് പുറത്തു വെച്ച് പൂജിച്ച് ഓരോന്നിനെയും ഖണ്ഡ സ്ഥലത്തേക്ക് എടുത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്ന ഒരു ക്രിയ. കാരണം ഇത് പുറത്തു വെച്ച് പൂജിച്ച് അകത്തിരുന്ന് പൂജിക്കാൻ വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് പുറത്ത് വെച്ച് ഓരോരോ തന്ത്രിമാർ കലശങ്ങളെ പൂജിച്ചതിന് ശേഷം ഓരോന്നായി എടുത്ത് അകത്ത് കൊണ്ടുപോയി ഖണ്ഡകലശങ്ങൾ വെക്കേണ്ട സ്ഥലത്ത് അതിനെ സ്ഥാപിച്ച് അതിലേക്ക് മറ്റു ദ്രവ്യങ്ങൾ നിറയ്ക്കുക എന്നുള്ളത് സാധ്യമാകും. അതുകൊണ്ട് ആ പുറത്തുള്ള ഖണ്ഡകലശങ്ങളുടെ പൂജ അതിനുശേഷം ഇപ്പോൾ നടക്കുന്നത് അതും വളരെ പ്രധാനം തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ആ തോർത്ത് കെട്ടിവെച്ചിരിക്കുന്നത് ഓരോ ഖണ്ഡകലശങ്ങളാണ്. ഖണ്ഡകലശങ്ങൾ ഓരോന്നും കൊണ്ടുവച്ചു, അതിലോരോ ഉടയാടകൾ ചാർത്തി അതിനുശേഷം പിന്നെ കൂർച്ചങ്ങൾ ഒരുമിച്ച് ആവാഹിച്ച് പരികലശങ്ങളിൽ നിറയ്ക്കുക എന്നുള്ളതാണ്. പരികലശങ്ങളിൽ കൂർച്ചവും ആലമാവിലയും ഒക്കെ നിറച്ചതിന് ശേഷം പട്ടുകൊണ്ട് മൂടി വെക്കും. അഴുക്ക് മറ്റ് അശുദ്ധികളൊന്നും വരാതിരിക്കാൻ പൊതുവിൽ അതിനെ പൂർണ്ണമായും, ബ്രഹ്മകലശം അടക്കമുള്ളതിനെ പൂർണ്ണമായും വെളുത്ത വസ്ത്രം പട്ടുകൊണ്ട്, മല്ലുകൊണ്ട് അതിനെ പൂർണ്ണമായും മൂടി വെച്ച് രാത്രിയിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. തുടർന്ന് പിറ്റേന്ന് രാവിലെ അതിനെ വീണ്ടും നിവർത്തി എടുത്ത് അതിനെ ഉണർത്തുക എന്നതുപോലെ പൂജ ചെയ്യപ്പെടും. ആ പൂജയ്ക്ക് ശേഷമാണ് നമ്മൾ ഭഗവതിക്ക് കലശ അഭിഷേകം നടത്താനായി തയ്യാറാകുന്നത്. പാണി വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങാണ്. താന്ത്രിക വിധിപ്രകാരം പ്രതിഷ്ഠ, ഇത്തരത്തിലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രവിധി പ്രകാരമുള്ള ചടങ്ങുകൾ ചെയ്യുമ്പോൾ പാണി, മരപ്പാണി എന്ന് പറയുന്ന പാണി വളരെ പ്രധാനമാണ്. ആ മരപ്പാണിയുടെ പ്രയോഗത്തിന് ശേഷമാണ് കലശം ഓരോന്നായി എഴുന്നള്ളിക്കുക.
ഖണ്ഡകലശങ്ങളും പരികലശങ്ങളും എഴുന്നള്ളിച്ച് അഭിഷേകം കഴിച്ചാൽ ഉടൻ പിന്നെ വളരെ പ്രധാനമായിട്ടുള്ള ബ്രഹ്മകലശത്തിൻ്റെ അഭിഷേകമാണ്. മേൽശാന്തിക്ക് അതിനുള്ള അനുവാദം തന്ത്രി കൊടുത്തതിന് ശേഷം മേൽശാന്തിയെ കൊണ്ട് ബ്രഹ്മകലശം എടുത്ത് ആഡംബരത്തോടുകൂടി അലങ്കാരത്തോടുകൂടി വാദ്യങ്ങളുടെയും മുത്തുക്കുടയുടെയും ദീപങ്ങളുടെയും സാക്ഷിയാക്കി ക്ഷേത്രപ്രദക്ഷിണം ചെയ്ത് അകത്തേക്ക് പ്രവേശിച്ച് ഭഗവതിയെ ധ്യാനിച്ച് കലശം അഭിഷേകം ചെയ്യപ്പെടും. ബ്രഹ്മകലശം വളരെ പ്രധാനമാണ്. തുടർന്ന് തന്ത്രിക്കും കൂടെയുള്ള മറ്റ് കർമ്മികൾക്കുമൊക്കെയും ദക്ഷിണ നൽകി നമ്മൾ ഈ കലശാഭിഷേകം വളരെ സന്തോഷപൂർവ്വം ഭഗവതിക്ക് സമർപ്പിച്ചു. ഇതിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ സഹകരിച്ച എല്ലാ സജ്ജനങ്ങളെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ. അമ്മേ ശരണം, ദേവി ശരണം, പുലിമുഖത്ത് വാഴും ഭദ്രേ ശരണം.